കൊല്ലം ആവുള്ളൂ. അപ്പോ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര പറയുന്നത് എല്ലാം കൂടി നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത്. ബോഡി ക്വാളിറ്റി ഒക്കെ എന്താ പറയാ സംഭവമൊന്നുമില്ലല്ലോ. അപ്പോ അതില്ല അല്ല നിനക്കത് സൺറൂഫ് വേണമായിരുന്നു എന്ന് നിനക്ക് തോന്നിയില്ല എപ്പോഴെങ്കിലും? നമുക്ക് അതിന്റെ ആവശ്യം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസർ റിവ്യൂ ആയിട്ട് വന്നാണത്. അപ്പൊ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായിണ്ടാവുമല്ലോ, എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അതായത് ഈ ബ്രാൻഡ് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. അത് വോക്സ് വാഗന്റെ ടൈഗും GT ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് വന്നത്. അപ്പോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഗും 1 ലിറ്റർ മാനുവൽ ആണ് നമ്മുടെ ഇപ്പൊ വണ്ടി. ഇതൊരു GT ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നത്. ഇതെന്റെ ഫ്രണ്ടിന്റെ ഒരു വണ്ടിയും കൂടിയാണ്. അപ്പോ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനോട് ചോദിക്കാണ്ട് വോക്സ് വാഗനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം എല്ലാവരും വോക്സ് വാഗൻ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റ് എല്ലാവരുടെയും ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ്, സർവീസിന് മുമ്പുള്ള പാർട്സിന്റെ ഒക്കെ കോസ്റ്റ്, ഇതൊക്കെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അപ്പോ അവന്റെ അനിയനാണ് ഇപ്പൊ യൂസ് ചെയ്യണത്. അവന് ഇവിടെ ഇല്ല, അവൻ ലണ്ടനിലാണ് വർക്ക് ചെയ്യണത്. അപ്പോ അവനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് സെൽഫായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്താ ചെയ്യണ, എന്റെ കാര്യങ്ങൾ എന്താ പഠിക്കണം പറയും. എന്റെ പേര് ആൽബിനർ. ഞാൻ ഇവിടെ ഡോൺ ബോസ്കോയില് BBA പഠിക്കാണ്. ഓക്കെ, അത്രയോളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇനി അടുത്ത നേരെ നമുക്ക് നമ്മുടെ യൂസർ റിവ്യൂ കിടക്കാം. അപ്പോ ഇതേട്ടാ, അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിൽ കിടക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈഗുന്റെ GT ലൈൻ്റെ യൂസർ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത്. അപ്പോ നമുക്ക് ഈ വണ്ടി, അതായത് ഈ ടൈഗുൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കോമ്പറ്റീവ് നിൽക്കുന്ന കുറെ വണ്ടികളുണ്ട്. അതായത് നമ്മുടെ ഹുണ്ടായുടെ ക്രിപ്റ്റ ഉണ്ട്, അതുപോലെ നമ്മുടെ കിയയുടെ സെൽട്ടോസ് ഉണ്ട്, ഇങ്ങനെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോ ഈ വണ്ടികളൊക്കെ ഉണ്ടായിട്ടും ഇത് ചൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നല്ലെങ്കിൽ വോക്സ് വാഗൻ എന്നുള്ള ബ്രാൻഡിനോടുള്ള വാല്യൂടുള്ള ഇഷ്ടം കൊണ്ടാണോ, അതോ ടൈഗുണിനുള്ള വണ്ടി എടുക്കാം ടൈഗുണിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഇത് ചൂസ് ചെയ്ത് വോക്സ് വാഗൻ തന്നെ എടുത്തത്? ആക്ച്വലി ബ്രദർ ഇത് നോക്കി വെച്ചിട്ടുണ്ടായി. ഇതിന്റെ ബ്ലാക്ക് അവൻ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടായി. പിന്നെ ഇതൊരു ഓൺ എഡിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, അപ്പൊ ഇത് കിട്ടുമോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് മറ്റു വണ്ടികൾ നോക്കിയായിരുന്നു. അതായത് ഫ്രോൺസ് നോക്കിയായിരുന്നു, പിന്നെ സെൽറ്റോസ് നോക്കിയായിരുന്നു, അങ്ങനത്തെ കുറച്ച് വണ്ടികൾ നോക്കിയായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടുണ്ടായി. പിന്നീട് അവൻ പറഞ്ഞു ഈ വണ്ടിയും കൂടി ഒന്ന് പോയി നോക്ക്, വോക്സ് വാഗൻ ആയതുകൊണ്ട് അതിന്റെ സർവീസ് കോസ്റ്റ് ഇതൊക്കെ കൂടുന്ന പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് അന്വേഷിക്കാന്ന് വെച്ചിട്ട് പോയതാ. അന്വേഷിച്ചു വന്നപ്പോ വണ്ടിയുടെ ഏകദേശം ബോഡിയും കാര്യങ്ങളും, പിന്നെ ഡോർ തുറക്കുമ്പോ തന്നെ നമുക്ക് ബോഡി വെയിറ്റ് തോന്നുമല്ലോ. അപ്പൊ അതിൽ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് മറ്റേ സ്പെഷ്യൽ എഡിഷൻ ആണല്ലോ, ഇന്റീരിയർ ഒക്കെ ഫുൾ ബ്ലാക്ക്. അത് XUV-ൽ തന്നെ ഒരു സ്പോർട്ടി മോഡൽ കൊണ്ടുവരുന്ന വണ്ടി, ഉള്ളും ബ്ലാക്ക് ആക്കി നല്ല ഇതാണ്. കാരണം പലരും ഇപ്പോ നമ്മള് പല ആൾക്കാരും തന്നെ ഇന്റീരിയർ ബ്ലാക്ക് ഔട്ട് ചെയ്യാനായിട്ട് വണ്ടി എടുത്തേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഡയറക്റ്റ് കമ്പനി തന്നെ നമുക്ക് ചെയ്തു തരാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് തന്നെ ഒരു സ്പോർട്ടി ലുക്കാണ്, ഉള്ളിൽ ഇന്റീരിയർ ഒക്കെ ഒരു സ്പോർട്ടി ലുക്കിൽ വരുന്നുണ്ട്. പിന്നെ റെഡ് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ശരിയാണ്. പിന്നെ അങ്ങനൊക്കെ നോക്കുമ്പോ ഓക്കെയാണ്, സെറ്റാണ്. വെർത്ത് പ്രൈസ് എന്നൊക്കെ പറയാം. നമുക്ക് ഫീച്ചേഴ്സ് കുറവാണെങ്കിൽ നമുക്ക് വണ്ടി വെർത്തായിട്ട് നമുക്ക് ഇപ്പൊ ഇതിനേക്കാളും ഇപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കണതിന്റെ എമൗണ്ടിൽ നമുക്ക് സെൽട്ടോസിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും 10 ഫീച്ചേഴ്സ് സെൽട്ടോസിൽ കിട്ടും. കാരണം അത് ഭയങ്കര ഫീച്ചർ ഓറിയന്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇതാണ്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തില് ഇത് കുറവാണ്. പക്ഷെ എന്നാലും നമ്മുടെ വോക്സ് വാഗനെ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയിൽ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോക്സ് വാഗൻ എന്നുള്ള ബ്രാൻഡിന്റെ വാല്യൂം, പിന്നെ നമുക്ക് ആ വണ്ടി ഓടിച്ചാൽ കിട്ടണ അതിന്റെ ആ ഒരു ഫീലും ഭയങ്കര കംഫർട്ട്, ഡ്രൈവേഴ്സ് കംഫർട്ട് ആയാലും ഇപ്പൊ നമുക്ക് കൂടുതലാണ്. നമ്മളിപ്പോ മഹീന്ദ്രയുടെ ഓടിച്ചിട്ടുണ്ടായി, മറ്റേ 3XO ഓടിച്ചിട്ടുണ്ടായി. നമുക്കിപ്പോ ഡ്രൈവേഴ്സ് കംഫർട്ട് കൂടുതൽ ഇതിനാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും ആൾക്കാര് വോക്സ് വാഗന്റെ വണ്ടികൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ഒരുപാട് അതായത് ഇതിന് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്, ഡ്രൈവ് കംഫർട്ട് ഉണ്ട്. അപ്പൊ ഒരു വട്ടം മനസ്സ് ഒരാൾ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും നമ്മുടെ വണ്ടിയിൽ. അതുകൊണ്ടാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിട്ടില്ല, കുറവാണെന്ന് നമുക്കറിയാം. ഇത്ര കാശ് കൊടുത്ത് മേടിക്കുന്ന വണ്ടിക്ക് ഇത്ര ഫീച്ചേഴ്സ് കുറവാണെങ്കിൽ പോലും നമ്മൾ വോക്സ് വാഗൻ സെലക്ട് ചെയ്യണത് ഈ ഒരു വണ്ടി. ഒന്നാമത് വണ്ടിയുടെ എഞ്ചിൻ, അതുപോലെ ഓടിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ട്, അതുകൊണ്ടാണ്. അതായത് ഇതിപ്പോ 3 സിലിണ്ടർ വണ്ടി നമുക്ക്
പവർ എന്ന് പറഞ്ഞാൽ അപാര പവർ തന്നെ. 1 ലിറ്ററിലൊക്കെ ഇത്ര പവർ കിട്ടാൻ, അത് 3 സിലിണ്ടർ വെച്ച് ഇത്ര പവർ കിട്ടാന്ന് പറഞ്ഞാൽ അതെ അതെ പവറിന്റെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അറിയാലോ വോക്സ് അങ്ങനെ വണ്ടി എന്ന് പറയുമ്പോ പവറിന്റെ കേസിലൊന്നും അവർ ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്യില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. വണ്ടിയുടെ ബോഡി വെയിറ്റ് ആണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത്. ബോഡി ക്വാളിറ്റി ഒക്കെ എന്താ പറയാ നല്ല അടിപൊളിയാണ്. അതിലൊന്നും അത് പണ്ടാണെങ്കിൽ ഇപ്പൊ ഓളോ തൊട്ടാണെങ്കിൽ പോലും അതിലൊന്നും അവരൊരു ഇതും വരുത്തിയിട്ടില്ല. അതൊന്നും എങ്ങനെയാണോ അതിന്റെ എന്താ പറയാ ഒന്നും കൂടി സ്ട്രോങ് കൂട്ടാൻ അവരെ നോക്കിയിട്ടുള്ളൂ. അതിനൊന്നും പ്രശ്നമില്ല. ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മറ്റേ 3X പിന്നെ സെൽട്ടോസ് ഫ്രോൺസ് ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോ നമുക്ക് അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. സേഫ്റ്റിയുടെ കാര്യത്തിലായാലും നമുക്ക് അത്ര കംഫർട്ട് തോന്നുന്നു. ശരിയാണ്. ഫ്രോൺസ് ഒക്കെ ബോഡി ക്വാളിറ്റി നമുക്ക് അറിയാലോ, എന്നാലും ലുക്കിലും ഫീച്ചേഴ്സിലൊക്കെ പക്കയാണ് അതൊക്കെ. പക്ഷെ നമുക്ക് ഇതിന്റെ ഡോർ തുറക്കുമ്പോ, അതായത് വീട്ടുകാരെ തന്നെ പറയും ഡോർ തുറക്കുമ്പോ എന്ത് ബോണറ്റൊക്കെ അടയ്ക്കും മറ്റേ വലിയ വണ്ടികളുടെ പോലെ. ഇതിന്റെ സെയിൽസുകാർ വരെ പണ്ട് നമ്മുടെ ഇതിന്റെ ക്വാളിറ്റി മീൻസ് അവരിത് പറയേണ്ടത് എന്ത് വരുമ്പോ നമ്മുടെ ഡോർ തുറന്നിട്ട് അവര് ഡോറിന് ഞണ്ട് അല്ലെങ്കിൽ ഡോറിന് അങ്ങനെയൊക്കെയാണ് ആദ്യം പോളോനാണെങ്കിലും ഇതിന്റെ ആണെങ്കിൽ ബോഡി ക്വാളിറ്റി ഒക്കെ അവർ കാണിച്ചു തരണ്ടായിരുന്നത്. കാരണം അത്രയും ക്വാളിറ്റിയും ബോഡിയും ഒക്കെ അത്രയും പക്കയാണ്, അത്രയും സ്ട്രോങ് ആണ്. ഒരു ഇടി ഇടിച്ചുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും നല്ല കംഫർട്ടും അത്രയും സേഫ്റ്റിയാണ് നമുക്ക് വോക്സ്വാഗൻ ഇത് തരണത്. പിന്നെ നമുക്കായാലും പെട്ടെന്ന് കയ്യിലൊതുങ്ങുന്ന വണ്ടിയാണ്. നമ്മളിപ്പോ ഞാന് മുന്നോടിച്ചിരുന്ന സ്വിഫ്റ്റ് ഡിസയർ ആണ് വീട്ടിലുള്ളത്. അപ്പൊ പിന്നെ ഇതിലേക്ക് മാറുമ്പോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വലിയ സൈസ് ഉള്ള വണ്ടിയാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത് പക്ക കംഫർട്ടായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കൊണ്ടുനടക്കാനും പറ്റും. പിന്നെ ഇപ്പോ സെൽട്ടോസ് ടെസ്റ്റ് ചെയ്തപ്പോ തോന്നി, സെൽട്ടോസ് നമ്മൾ ഈ ബോഡി വെയിറ്റിലാണ് ഞാൻ മെയിൻ ആയിട്ട് വീണത്. ഇതിന്റെ ഡോറ് തുറന്നപ്പോ നമുക്ക് അറിയാം ആ വെയിറ്റ് കിട്ടി. പിന്നെ ഇതിന്റെ ബ്ലാക്ക് കണ്ടിട്ടുണ്ടായില്ല, ഞാൻ റെഡ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. റെഡ് അത്ര ലുക്ക് തോന്നിയില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു ബ്ലാക്ക് നോക്ക്, ബ്ലാക്ക് ഒരു വെറൈറ്റി ആണ്. ഈ ഇങ്ങനത്തെ ഈ ഒരു ഡിഷൻ ഇപ്പോ വന്നുള്ളൂ GT Line എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നുള്ളൂ. അതിന്റെ ഈ ഫുൾ ബ്ലാക്കും അതുപോലെ അതിന്റെ വൈറ്റും വന്നിട്ടുണ്ട്. ആ വൈറ്റ് ആണെങ്കിലും അതിന്റെ ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു സെറ്റപ്പിൽ വന്നാണല്ലോ. പിന്നെ അവന് ബ്ലാക്കിനോട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഒരു വെറൈറ്റി ലുക്ക് അവന്റെ ബ്രോഷറിൽ തന്നെ നല്ല രസം. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ ഇന്റീരിയർ ആണെങ്കിലും ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈസ് ലുക്കും കാണാനും ഉള്ളി കയറുമ്പോൾ ഭയങ്കര രസം കാണാൻ സ്കൂട്ടി ലുക്കാണ്. അതുപോലെ കാലിബർസ് ആണെങ്കിലും ബാക്ക് ഡ്രം ആണെങ്കിലും ഫുള്ള് റെഡ് ഒക്കെ അടിച്ച് നൈസ് ഒരു മൂഡില് നല്ലൊരു ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് അധികം എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതാണ്. എന്താ പറയാ വേറെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ തന്നെ ഒന്ന് ഗ്രഫൈൻ കോട്ടോ അങ്ങനെ കടിച്ചാൽ തന്നെ സെറ്റാണ്. വേറെ അഡീഷണൽ നമുക്ക് എന്താ പറയാ വർക്ക് ചെയ്യേണ്ട കേസ് ഒന്നുമില്ല. കാരണം ബ്ലാക്ക് അത്രയും ലുക്ക് കാര്യങ്ങളാണല്ലോ. പിന്നെ മെയിൻ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബോഡി ക്വാളിറ്റി ഫോക്സ്വാഗന്റെ ബ്രാൻഡും. പിന്നെ നമ്മൾ ആദ്യം എടുക്കുമ്പോ ഫോക്സ്വാഗൻ ആകുമ്പോ എല്ലാവരും പറയുമല്ലോ സർവീസ് കോസ്റ്റ് പിന്നെ പാർട്സ് കിട്ടാൻ പാടാണ്. പക്ഷെ ഇപ്പോ സർവീസ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ എന്തോ സർവീസ് പാക്കേജ് അങ്ങനെയൊക്കെ സർവീസ് പാക്കേജുകൾ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ബാക്കിയുള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണതിന് ഇത് ഇടയ്ക്ക് ചെക്ക്ഔട്ട് ചെയ്ത് ചെക്കിംഗ് പീരീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പോകുന്നതാണ് അവർ പറഞ്ഞത്. പിന്നെ അവരും പറഞ്ഞു ഇപ്പൊ പാർട്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല, പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് പാർട്സുകൾ കിട്ടാണ്ടെന്നൊക്കെ പറഞ്ഞു. മുന്നത്തെ ഒരു എല്ലാരും പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസിന്റെ കോസ്റ്റും അതൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു സർവീസ് പാക്കേജ് SVP എന്നൊക്കെ പറഞ്ഞിട്ട് സർവീസ് പാക്കേജ് പറഞ്ഞിട്ടൊക്കെ ഒരു പാക്കേജ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി എന്താ പറയാ നമുക്ക് ഇത്ര കൊല്ലത്തെ സർവീസ് ആ ഒരു എമൗണ്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ കുറവേനെ കിട്ടും. അപ്പൊ ഇത്ര കൊല്ലം നമുക്ക് ആ SVPയില് നമുക്ക് അങ്ങനെ ചെയ്യാം. അതിപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അത് എടുത്തിട്ടില്ല. അതിപ്പോ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സർവീസ് കോസ്റ്റുകൾ ഓരോ കൊല്ലത്തിൽ നോക്കിയിട്ട് ആയിട്ടില്ലല്ലോ, ആകെ ഇല്ല നവംബറിലേക്ക് ആവുള്ളൂ. അപ്പോഴേക്കാണ് ഒരു കൊല്ലം ആവുള്ളൂ. അപ്പോഴാണ് സർവീസ് അതിനുള്ളിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ പാക്കേജ്. നമുക്കിപ്പോ സർവീസ് കോസ്റ്റ് ഓരോ കൊല്ലം അറിയാലോ, വണ്ടികളുടെ പാർട്സിന്റെ വില കൂടുന്നതിനനുസരിച്ച് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതില് ആ സർവീസ് പാക്കേജിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എന്തോ ഒരു ടൈമില് വൈപ്പ് ഫ്രീ ആയിട്ട് മാറാം. അതുപോലെ ബാറ്ററികൾ ഉണ്ട്. അതിപ്പോ 4 കൊല്ലത്തിന്റെ 4 കൊല്ലത്തിന്റെ പാക്കേജ്. അതിലൊരു വട്ടം ഫ്രീ ആയിട്ട് ബാറ്ററി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എക്സ്റ്റൻഡ് വാറന്റി അങ്ങനെ എന്തെങ്കിലും ഇതിലെടുത്തുണ്ടോ? എടുക്കുമ്പോ എക്സ്റ്റൻഡ് വാറന്റി എടുത്തിട്ടില്ല. നമുക്ക് ഇതൊക്കെ നമുക്ക് ഒരു കൊല്ലത്തിന്റെ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ നോക്കിയിട്ടൊന്ന് ഇത് ചെയ്തിട്ട് എടുക്കാന്ന് വെച്ചു. എന്റെ രൂപത്തിൽ എന്തായാലും നല്ലതാണ്. SVP എടുക്കാൻ നല്ല കുറച്ചുകൂടി ബെറ്റർ ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അതാകുമ്പോ കുറച്ചും കൂടി നമ്മളിപ്പോ ഒന്നാമത് ഇങ്ങനെ ഓരോ കൊല്ലം കൂടുമ്പോ അതനുസരിച്ച് സർവീസിന്റെ റേറ്റ് കൂടുതലോ. ഇതിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കൊല്ലത്തിന് SVP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എമൗണ്ട് സേവ് ചെയ്യാനും പറ്റും. കുറച്ചുകൂടി ബെറ്റർ ആണ് എടുക്കുന്നത്. എക്സ്റ്റൻഡ് വാറന്റി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ വോക്സ്വാഗൻ ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് വാറന്റിയിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇത്ര 4 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും 2 കൊല്ലത്തിന്റെ എക്സ്റ്റൻഡ് വാറന്റി എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതെന്ന് പറയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കംപ്ലൈന്റ്സ് വരാണെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആ വാറന്റിയിൽ ക്ലെയിം ചെയ്ത് പോവാം. പിന്നെ എക്സ്റ്റൻഡ് വാറന്റി അതിൽ പിന്നെ വീണ്ടും എടുക്കുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയസ് ഉണ്ട്. അങ്ങനെ എല്ലാതും ഇങ്ങനെ പോവില്ല. അവര് പറയണ ഇതില് നോക്കിയിട്ടൊക്കെയാണ് ചില സാധനങ്ങൾ അവർ ക്ലെയിം ചെയ്ത് മാറിയെടുക്കുള്ളൂ. എന്നാലും ഒരു പരിധി
വിധം നമുക്ക് എന്താ പറയാ സേഫ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പൊട്ടില്ല. കാരണം അത്രയും നാള് ഇത്ര ഒരു 6-7 കൊല്ലത്തോളം നമുക്ക് നമ്മുടെ വാറണ്ടിയിൽ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ആ വാറണ്ടി വെച്ച് ക്ലെയിം ചെയ്ത് ഇപ്പൊ പാർട്സ് അങ്ങനെ മാറിപ്പോളും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു നിസ്സാര പൈസ പോവുള്ളൂ. നമ്മള് സേഫ് ആണ്, നമുക്കൊരു സീനും ഇല്ല, നമ്മുടെ അധികം ആവശ്യം അങ്ങനെ കയ്യിൽ നിന്ന് പോയില്ലല്ലോ. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട്. അപ്പോ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ വണ്ടി എടുത്തല്ലോ, വണ്ടി എടുത്തിട്ട് ഇപ്പൊ 1 കൊല്ലം ആവണല്ലോ, നവംബറേക്ക് 1 കൊല്ലം ആവുള്ളൂ. അപ്പോ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര വന്നു എല്ലാം കൂടി നമുക്ക് വന്നാണ് എമൗണ്ടും കാര്യങ്ങളൊക്കെ? നമുക്ക് 17ന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എല്ലാം കൂടിയിട്ട്. നമ്മളതിന്റെ എക്സ്ട്രാ കാലിബേഴ്സ് പെയിന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കിറ്റ് പോലെ ചെയ്തിട്ടുണ്ട്, പിന്നെ മഡ് ഫ്ലാപ്സ് ഒക്കെ ആ കിറ്റിൽ കയറി അതും മറ്റേ പാർസൽ ട്രേ അങ്ങനത്തെ സാധനങ്ങള് പില്ലോയും അതൊക്കെ കൂടിയിട്ട് പില്ലോ വരുന്ന ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്. അതിന് എത്ര വരുന്ന പാക്കേജ്? 10? അത് 10ന്റെ അടുത്ത് വരുന്നത്. പിന്നെ വേറെ ഒന്നും അഡീഷണൽ വെച്ചിട്ടില്ലല്ലോ? വേറെ പാക്കേജുകൾ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തു വന്നുള്ളൂ. പിന്നെ നമുക്ക് എക്സ്ട്രാ അങ്ങനെ പാക്കിന്റെ ആവശ്യമില്ല. ഒരുവിധം എല്ലാം വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഉള്ളില് 70 മാറ്റ് ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്ന് ചെയ്തതാണ്. എത്ര കോസ്റ്റ്? അതിന് 5 രൂപ, 5000. പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ നമുക്ക് വരുന്നത് GT ലൈനിൽ നമുക്ക് വരുന്നത് സിൽവർ ബാഡ്ജിങ് ആണ്. ഇവിടെയും ഫ്രണ്ടിലൊക്കെ ബാക്കിലും GT ലൈനിലെ സിൽവർ ബാഡ്ജിങ് ആണ്. അത് നമ്മൾ മാറ്റി റെഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, റെഡ് ആൻഡ് ബ്ലാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാലിബർ പെയിന്റ് നമ്മൾ കമ്പനിനെ ഇറക്കി ഷോറൂമുകാരനെ ചെയ്തു തന്നു. അതൊക്കെ മറ്റേ 10,000 10,000 പാക്കേജ് അല്ലല്ല, ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്താ. ഇത് നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് ബ്ലാക്ക് ഉള്ളതുകൊണ്ട് സിൽവർ ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നതാണല്ലോ. റെഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു എടുപ്പുണ്ടാവും. കാലിബർ റെഡ് ആയിട്ട് പിന്നെ സിൽവർ വരുമ്പോ ഒരു അപാകത തോന്നണോണ്ട്. പിന്നെ വണ്ടിയിലെ സിൽവർ എലമെന്റ്സ് ആകെ കൂടി വരുന്നത് ഈ ഹാൻഡിലിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ, പിന്നെ എവിടെയും സിൽവർ എലമെന്റ്സ് ഇല്ല. അപ്പൊ പിന്നെ റെഡില് ബ്ലാക്ക് എല്ലാവരും കോമൺ ആയിട്ട് GT ലൈൻ, അത് GT ലൈനും കൂടി അടിച്ചില്ല, ഒരു സ്പോർട്ടി ഒന്നും കൂടി ആക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ബാഡ്ജ് കൊടുത്തുന്നുള്ള. അപ്പോ പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ട് സെറാമിക് അങ്ങനെ എന്തെങ്കിലും? നമ്മളിത് ബൊറോഫിൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മറ്റേ ഷിമ്മറുകാരുടെ ബൊറോഫിൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അത് എത്ര കൊല്ലം? അത് നമുക്ക് 20 മാസമാണ് പറയണത്. ചെയ്തിട്ട് 20 മാസം 2 കോട്ടിങ് ചെയ്യും, ഫസ്റ്റത്തെയും പിന്നെ 20 മാസത്തിനുള്ളിൽ ഒരെണ്ണം കൂടി ചെയ്യും. അതിനെത്ര കോസ്റ്റ് വന്നപ്പോ? അതിന് നമുക്കൊരു 40,000-40,000 അടുത്ത് വന്നിട്ടുണ്ടല്ലോ. കാരണം ഇങ്ങനത്തെ ഈ ഒരു വണ്ടി എടുത്ത് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഒന്നാമത്തെ ബ്ലാക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. കാരണം പെട്ടെന്ന് പൊടിയും അല്ല, നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. പിള്ളേരെ കൊണ്ട് അങ്ങനെ ടൈക്ക് ചെയ്ത് കൊടുക്കണ പോലെ ബ്ലാക്ക് വീട് എന്ന് പറയുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി കയറും. ഇപ്പൊ ഇന്നലെ കഴുകിയിട്ടാ തന്നെ ഇന്നാകുമ്പോഴേക്കും പൊടി കയറും. പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ പെട്ടെന്ന് ഹീലായി പൊക്കോളും. പിന്നെ 2 കോട്ടിങ് ഉണ്ടല്ലോ നമുക്ക് ഈ റേറ്റില്. ബ്ലാക്ക് എടുത്താൽ തന്നെ എല്ലാവരും ചെയ്യണ്ട, ബ്ലാക്ക് എടുത്താലും വൈറ്റ് ഇപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യണതാണ്. ഇപ്പൊ ഈ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പൊ കുറച്ച് ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഇത്രയും കാശ് കൊടുത്ത് നീ വണ്ടി മേടിക്കണോ, ഇത്രയും ഫീച്ചേഴ്സ് കുറവ്, അല്ലെങ്കിൽ ചിലപ്പോ ഭയങ്കര സർവീസ് കോസ്റ്റ് ഭയങ്കര കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരെങ്കിലും ഏത് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ? അതായത് നമ്മൾ ഈ വണ്ടി എടുക്കണ കാര്യം ആരുടെ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഞാനും ബ്രദർ ഇങ്ങനെ ബ്രദർ പറഞ്ഞു ഇങ്ങനെ നോക്ക്, ഒരു സർപ്രൈസ് പോലെ എടുത്തു കൊടുക്കാം. പിന്നെ വണ്ടിയുടെ വേറെ കാര്യങ്ങൾ വന്നപ്പോ മുതിർന്ന ആളെന്ന രീതിയിൽ അപ്പച്ചനെ കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പച്ചനെ കൊണ്ടുപോയപ്പോ വണ്ടി അങ്ങനെ അറിയില്ലെങ്കിലും നമ്മൾ ആരുടെ അടുത്ത് അധികം പറഞ്ഞിട്ടുണ്ടായില്ല. ഇറക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്, ബുക്ക് ചെയ്ത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പറയണത്. അപ്പോൾ ചോദ്യങ്ങൾ വരും, അത് സാധാരണയാണ്. ഫോക്സ് വാഗൺ എടുക്കുമ്പോൾ എന്തായാലും ചോദ്യങ്ങൾ വരും. നമ്മളെന്തായാലും ഈ സുസുക്കിയുടെ മാരുതി സുസുക്കിയുടെ ബ്രാൻഡ് പിടിച്ച് പോണതുകൊണ്ട് തന്നെ വേറൊരു കമ്പനിക്ക് എന്തായാലും ചോദ്യം വരും. കാരണം മുന്നിന് യൂസ് ചെയ്യുന്ന വണ്ടി പറഞ്ഞാൽ സ്വിഫ്റ്റ് ഡിസയർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്കിപ്പോ ഈ വോക്സ് വാഗൺ എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസം. കാരണം ഒന്നാമത് ഒരു ജർമ്മൻ കാറിയാണ് വന്നത്. അപ്പൊ ഒരു ജർമ്മൻ കാർ തരുന്ന ഫീലും അതിന്റെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം സ്പോർട്ടി ആയി, പിന്നെ ജർമ്മൻ കാർ ആയി, പവർ നമുക്ക് കൊണ്ടുനടക്കാം. പിന്നെ അത് മാത്രമല്ല അതിന്റെ എഞ്ചിൻ ആണെങ്കിലും നമുക്ക് അത്രയും നല്ല പവർഫുൾ ആണ്. അപ്പൊ അത്രയും നല്ല എഞ്ചിൻ ഒക്കെ നല്ല രീതിയിൽ വ്യത്യാസം ഒന്നും. അപ്പൊ അങ്ങനെ ഒരു ഫീൽ എന്തോരം ചേഞ്ചസ് വരുത്തി. നമുക്ക് പവർ പറയുകയാണെങ്കിൽ അപാര പവർ തന്നെ. അത് 3 സിലിണ്ടർ ഞാൻ പറഞ്ഞു. 3 സിലിണ്ടർ വണ്ടി ഇത്ര പവർ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് അറിയാത്തത്. 3 സിലിണ്ടർ വണ്ടി നമുക്ക് ഇതുവരെയായിട്ടും പവറിന് ഇഷ്യൂ വന്നിട്ടില്ല. ഒരിക്കലും പവർ ലാഗോ അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും ഈ വണ്ടിക്ക് കാണില്ല. വേറെ എന്തെങ്കിലും വണ്ടിയിൽ ചോദിക്കേണ്ടത് നമ്മളെ ഇതിൽ തന്നെ നമ്മൾ വീഡിയോ ചോദിക്കാറുണ്ട്, ഒരു പവർ ലാഗ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് യൂസറിനോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു വണ്ടിക്ക് അത് എന്തായാലും ആവശ്യമില്ല. കാരണം എന്തായാലും പവർ ലാഗ് വണ്ടി കാല് കൊടുത്തുണ്ടോ വണ്ടി അതനുസരിച്ച് ക്വിക്ക് റെസ്പോൺസ് ആണ് വണ്ടി.
അപ്പൊ ആ കാര്യത്തിൽ നോക്കിയല്ലോ. അപ്പൊ നീ ഇപ്പൊ അതെനിക്ക് ഇപ്പൊ നീ ഡിസൈറിലേക്ക് വന്നപ്പോ ഭയങ്കര രീതിയിൽ മാറ്റങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല? ഭയങ്കര കംഫർട്ട് ആയാലും നമ്മളിപ്പോ ലോങ് പോവാൻ നോക്കി വീട്ടുകാരായാലും ഇരിക്കുമ്പോ പറയും ഇത് പെട്ടെന്ന്, അതായത് സ്പീഡ് കൊണ്ടല്ല, കംഫർട്ടാണ് വണ്ടി ഇരിക്കാനുള്ള ഒരു സുഖം. ഇപ്പൊ നമ്മള് ലോങ് പോയാലും നമ്മൾ അങ്ങനെ മുഷിയില്ല. ഡ്രൈവേഴ്സ് കംഫർട്ട് പക്ക ഫീൽ ആണ്. ബോഡി റോളിങ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ബോഡി റോളിങ് അങ്ങനെ അധികം ഫീൽ ചെയ്തിട്ടില്ല. ഈ കോ പാസഞ്ചേഴ്സ് അവരൊക്കെ എന്താ മീൻസ് അവർക്ക് ഓക്കെയാണ്? അവർക്ക് ഓക്കെയാണ്. മറ്റേ നമ്മളിപ്പോ സ്വിഫ്റ്റ് പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഏത് വണ്ടിയാലും ഒരു ഒലച്ചലുണ്ടാവും, റോളിങ് കൂടുതലായിരിക്കും. പക്ഷെ ഇതിനൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. മറ്റേ സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒന്ന് വയസ്സായ ആൾക്കാരാ അല്ലെ അങ്ങനത്തെ അവർക്ക് സ്പീഡും ഫീൽ ചെയ്യും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ എത്ര 120 കയറിയാലും ഇവരെങ്ങനെ അനങ്ങില്ല. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. വണ്ടി കയറി കഴിഞ്ഞാൽ നല്ല കയറ്റം കയറിയാലും വലിയ കുഴപ്പമില്ല, വീട്ടുകാർക്കായാലും അങ്ങനെ അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അമ്മാതിരി ഓടിക്കണം, അങ്ങനെ ഫീലൊക്കെ പക്ക ഫീലാണ്. പിന്നെ ഇത് ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോ ലോങ്ങുകളൊക്കെ ഏറ്റവും കൂടുതൽ പോയത്? ലോങ് കൂടുതൽ പോയിക്കണത് മൂന്നാറും ആലപ്പുഴയായിരിക്കും. ആലപ്പുഴ അതൊക്കെ പക്ക ഫീൽ തന്നെ. നമ്മള് ഓടിച്ച്, ഞാൻ പറഞ്ഞല്ലേ, ഓടിച്ച് നമുക്ക് മടുക്കില്ല. ഡ്രൈവ് ആണ് ശരിക്കും. എത്ര ഓടിച്ചാലും ഇനിയും വേണമെങ്കിൽ വീണ്ടും ഓടിക്കാം, എത്ര കിലോമീറ്റർ, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് അങ്ങനെയാണ് നമ്മുടെ വണ്ടി ഇത് തരണത്. നമുക്ക് അത്രയും പുഷ് ചെയ്ത് അത്രയും അടിച്ചു പിടിച്ച് ഓടിക്കാം. അല്ലാണ്ട് ഒരു എന്താ പറയാ മതിയായി അല്ലെങ്കിൽ ഒരു മടുപ്പ അങ്ങനത്തെ ഒന്നും ഫീൽ അത് നമുക്ക് ഓടിക്കണവർക്ക് അതിലുണ്ടാവില്ല, ഇരിക്കണവർക്ക്. കാരണം ബാക്കിലാണെങ്കിലും കൂട്ട് വെക്കാൻ അത്ര സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും നല്ല സ്പേസ് ഉണ്ട്, കൺജസ്റ്റഡ് അല്ലല്ലോ. മുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഓക്സിജന് മുന്നിട്ടായാലും പോളോയിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടുതലും ഒരു നെഗറ്റീവ് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കണവർക്ക് സ്പേസ് ഇല്ല എന്നൊക്കെയായിരുന്നു കൂടുതലും പറഞ്ഞിട്ടുള്ള കംപ്ലൈൻസ്. ഇതിലേക്കൊക്കെ വന്നപ്പോ ഒരുപാട് ഇത് അത് കമ്പയർ ചെയ്യാനല്ല, അങ്ങനെ ഒരു പ്രശ്നമാണ് മുന്നിൽ പറയണ്ടായിരുന്നത്. അപ്പൊ ഈ ടൈഗോണും വെർട്ടിസൊക്കെ വന്നപ്പോ അതൊക്കെ ഏകദേശം സെറ്റാണ്. അതായത് ബാക്കിലിരിക്കുന്നവർക്ക് അമ്മയും അമ്മച്ചൊക്കെ ഇരിക്കുമ്പോഴും നമുക്ക് പറയാം സ്പേസ് ഉണ്ട്. സ്പേസ് ആണെങ്കിലും നല്ല രീതിയിലുണ്ട്. ലോങ് പോവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ലഗേജസ് ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്ത് ഇഷ്ടം പോലെ കൊണ്ടുപോകാം. ലോങ് എത്ര ഓടിച്ചാലും മടുക്കൂല. അതൊക്കെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മളിപ്പോ കപ്പാസിറ്റി ഇപ്പോ നമ്മൾ ആൾക്കാരെ കൂട്ടിയാൽ, അതായത് സ്വിഫ്റ്റ് ഒക്കെ വലിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആൾക്കാർ കൂട്ടി. അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല, പക്കയായിട്ട് കയറും വണ്ടി. ഇപ്പോ എന്താ പറയാ, പിന്നീട് വണ്ടി എടുക്കാൻ നിന്നുവല്ലോ. അപ്പൊ അതായത് നമ്മള് ബാക്കിയൊക്കെ വണ്ടി വേണ്ടെന്ന് വെച്ചിട്ട് ഇത് നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്, അതായത് അല്ല വോക്സ്വാഗൺ എടുക്കാൻ പോണേ, അപ്പൊ ഇനി ഇതിന്റെ സർവീസിന്റെ കോസ്റ്റും ഞാൻ മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര പൈസയാവോ എന്നുള്ള ഒരു തോട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചോദിക്കും, നമ്മളിപ്പോ വീട്ടിൽ പറയണല്ലോ, എന്തായാലും എടുക്കുമ്പോ എന്തായാലും പറയണായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ആക്കണമെങ്കിൽ എന്തായാലും ഒരു മുതിർന്ന ആള് വേണം. അപ്പൊ നമ്മൾ കൊണ്ടുപോയപ്പോ അവര് ചോദിച്ചിരുന്നു, ഇതിനെ കുറിച്ച് ചോദിച്ചിരുന്നു, വണ്ടിയുടെ പാർട്സ് എങ്ങനെയാണ്, സർവീസ്. അപ്പൊ സെയിൽസ് ഉള്ള ചേട്ടൻ നല്ലപോലെ തന്നെ പറഞ്ഞു തന്നു, വണ്ടിയുടെ സെയിൽസ് കോസ്റ്റ് ഇങ്ങനെ വരും, 6 മന്തിൽ ചെക്കപ്പ്. അപ്പൊ നമുക്ക് സിക്സ് മന്തിൽ ഒരു ചെക്കപ്പ്, പിന്നെ 1 ഇയറിലാണ് സർവീസ് വരുന്നത്. 6 മന്തിൽ തന്നെ ഓയിൽ ഫിൽറ്റർ ഒക്കെ മാറുന്നത്. മറ്റേത് ജനറൽ ചെക്കപ്പ് പോലെ ചെക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോ മറ്റുള്ള വണ്ടികൾ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യുമ്പോൾ ആ പാർട്സുകളൊക്കെ മാറ്റണം. ഇതിപ്പോ സർവീസിൽ ചെറിയ പാർട്സ് മാറ്റി പോയാൽ തന്നെ കുഴപ്പമില്ല. പിന്നെ ഇതിപ്പോ നമ്മുടെ പുതിയ വണ്ടിയാണ്, നമുക്ക് ഇത്ര കൊല്ലത്തേക്ക് നമുക്ക് പാർട്സിന്റെ പേടിക്കേണ്ട ആവശ്യമില്ല. 7,000 8,000 ഉള്ളിൽ നിൽക്കുന്നതാണ് അവർ പറഞ്ഞേക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ മറ്റേ സർവീസ് പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടിയും ഇപ്പൊ ആൾക്കാര് എന്താ പറയാ ഇത് സീനില്ല വെച്ചാൽ പണ്ട് പറഞ്ഞ പോലെ അത്ര സർവീസ് കോസ്റ്റ് കൂടുതലാണെന്നൊന്നും ഇപ്പൊ ഇങ്ങനെ പറയണില്ല. കാരണം ഇങ്ങനത്തെ പാക്കേജസും ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വന്നതുകൊണ്ട് മിക്ക വണ്ടികൾക്ക് ഇപ്പൊ അത്യാവശ്യം, ഞാൻ ഈ അടുത്ത് ഇപ്പൊ 2 വീലേഴ്സ് ആയാലും നമുക്ക് അത്യാവശ്യം ഫണ്ട് ഉണ്ട്. 3,000 അടുത്തൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വലിയ നല്ല ബൈക്ക്, വലിയ ഡൊമിനാർ അങ്ങനത്തെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൈസ വരുന്നുണ്ട്. അതിന് ചിലപ്പോൾ ഒരുമാതിരി കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും പൈസ വരുന്നുണ്ട്. പിന്നെ ഇത്തിരി സേഫ്റ്റി കാർ എന്ന് പറയുമ്പോൾ സേഫ്റ്റി ആണ്, ഒരു ഫൺ ഡ്രൈവ് ആണ് ശരിക്കും കാർ എന്ന് പറയുമ്പോൾ. നമുക്കിത് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുകൊണ്ടാണ്, കാരണം കുറെ പേര് ചിലപ്പോൾ പറയാണ്ടാവും, കാരണം ഇത്ര അധികം കാശ് കൊടുത്തിട്ട് ഇത്ര അധികം ഫീച്ചേഴ്സ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം അത് നോക്കിയിട്ട് കാര്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോക്സ്വാഗൺ ഓടിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ വോക്സ്വാഗൺ അറിയുന്ന ആൾക്കാർക്ക് ഇതിന് ഈ വണ്ടിയെ ഓടിച്ചിട്ടുള്ളത് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ വണ്ടിയുടെ എന്താന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. വണ്ടി എന്ന് പറയുന്നത് ഇപ്പോ വലിയവർക്കായാലും ചെറുപ്പം പിള്ളേർക്കായാലും ഫൺ ഡ്രൈവില് പോവാം, പക്കയായിട്ട് സേഫ് ആയിട്ട് പോവാം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും കാര്യമില്ല, എയിം ഉണ്ടാവില്ല. മറ്റേത് പറയുമ്പോ മറ്റേ പൊട്ടാന്നല്ല പറയണ, എന്നാലും നമുക്ക് പിന്നെ ആ ഓടിക്കുമ്പോൾ കംഫർട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കണത്. അപ്പൊ അങ്ങനെ ഈ അവിടുന്ന് ഇപ്പൊ വണ്ടി എടുക്കുമ്പോ അവിടുത്തെ സെയിൽസുകാർ ഇതും അവര്
ഇതൊക്കെ എങ്ങനെയായിരുന്നു? സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം പക്കയായിരുന്നു? എല്ലാം പക്കയാണ്. എല്ലാവരും നമുക്ക് കുഴപ്പമില്ല. പിന്നെ വണ്ടി വന്നേക്കണത് കണ്ണൂരിൽ നിന്നാണ്. നമുക്ക് ഇവിടെ ഉണ്ടായില്ല. ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് ഉണ്ടായത് അവരുടെ കണ്ണൂർ യാർഡിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോ 1 മന്തിന് കൊണ്ടുപോയിണ്ടാവും, 6 മന്തിന്റെ 6 മന്ത്. ഇപ്പോ 6 മന്തിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? 6 മന്ത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഡെലിവറിയിൽ തന്നെ വണ്ടിയുടെ ബാക്ക് ലൈറ്റിന് ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അത് മാറ്റാൻ പറഞ്ഞപ്പോ നമ്മുടെ അടുത്ത് വാറന്റി ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഡെലിവറി ടൈമിലുള്ള പ്രോബ്ലം ആയതുകൊണ്ട് നമുക്കത് ഫിക്സ് ചെയ്ത് തന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അന്നേരം അത് ടൈലൈറ്റ് മാറി തന്നു. അത് നമ്മൾ ഡെലിവറിയുടെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നും. ഈ 6 മന്ത് വരെ ഓടിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് അങ്ങനെ എന്തെങ്കിലും വന്നോ? വരാനായിട്ട് കംപ്ലൈന്റ്സ് ഒന്നും വരാനില്ല. നമ്മളങ്ങനെ ലോങ്ങും ഇങ്ങനെ ചറപറ ഓടിക്കലില്ല. നമ്മള് വലിയ ഫംഗ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ കൊണ്ടുപോകണുള്ളൂ. പിന്നെ ഡെയിലി യൂസ് ഒന്നും ഇതില്ല. നമുക്ക് ചുറ്റി കിടക്കണോണ്ട് തന്നെ നമ്മള് ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ അതാ കൊണ്ടുപോകാം. ഇങ്ങനെ വല്ല സൺഡേ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ നമ്മൾ ഇതെടുക്കണം. 6 മന്തിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ചെക്കപ്പും കാര്യങ്ങളായിട്ട് കഴിഞ്ഞു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ എന്താ പറയാ, ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് മൂന്നാറും ആലപ്പുഴയാണ്. അവിടേക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. നമുക്ക് ഇരിക്കുന്നവർക്കായാലും അങ്ങനെ മടുപ്പൊന്നും തോന്നില്ല. നല്ലൊരു ട്രിപ്പ് പോലെ പോയിട്ട് വരാം. ആലപ്പുഴ പോയപ്പോ വീട്ടുകാരായിരുന്നു, മറ്റേ മൂന്നാർ പോയപ്പോ ഫ്രണ്ട്സ് ആയിരുന്നു, ചേട്ടന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആലപ്പുഴ പോയപ്പോഴൊന്നും വീട്ടുകാർക്കൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് വണ്ടിക്ക്? മൈലേജ് നമ്മളൊരു നോർമൽ ലെവൽ പോവാണെങ്കിൽ 13, 14. പിന്നെ നമ്മൾ ഈ അടുത്ത് ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് ഫോക്സ്വാഗൻ ഷോറൂമിൽ നിന്ന് ഫൺ ഡ്രൈവ് ഉണ്ടാവും. ഫൺ ഡ്രൈവിൽ നമുക്കൊരു ചെറിയൊരു മത്സരം ഉണ്ടാവും, ഒരു ഇതുണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നവർക്ക് ഇതുണ്ട്. നമ്മൾ പിടിച്ചു പോകുമ്പോ ഒരു 16, 18 കിട്ടിയവരുണ്ട്. നമ്മളൊക്കെ അങ്ങനെ പോവാണെങ്കിൽ 16, 17 അങ്ങനെ പോവില്ല. ഒന്നാമത്തെ വണ്ടി നമ്മൾ ചവിട്ടും. എങ്ങനെ പോയാലും നമുക്കൊരു 12 കുറച്ച് ഓടിച്ചാല് നമുക്ക് ഇതൊരിക്കലും അങ്ങനെ പതുക്കെ പോകാനുള്ള വണ്ടിയല്ലല്ലോ ഫോക്സ്വാഗൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കാല് കൊടുക്കുക ചെയ്യും. അപ്പൊ നമ്മള് നോർമലായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ മെല്ലെ പിടിച്ചു പോയ 13, 14, പിന്നെ അതിലും പോയ 10 ചവിട്ടി കഴിഞ്ഞാൽ കാല് കൊടുക്കണതിനനുസരിച്ച് കുറയും. ഹൈവേസിലൊക്കെ പോയിപ്പോ എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? ഹൈവേസിലൊക്കെ ഹൈവേസിൽ പോകുമ്പോൾ നമുക്കൊരു 12, 13 സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഓടിക്കുന്നതിന്റെ ഡിപ്പെൻഡ് ചെയ്തെടുക്കും. പിന്നെ വണ്ടിയുടെ സർവീസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയി എന്നാലും നമുക്കൊരു 12, 13 കിട്ടും. കുഴപ്പമില്ല. കാല് ചവിട്ടിയ എന്തായാലും ഒരു 10 ബിലോ പോകും. അറിയാം എന്തായാലും ചവിട്ടി നോക്കുക, ഇടയ്ക്കാൻ നമ്മൾ എന്തായാലും അതാണ് ഫൺ ഡ്രൈവ്. നമുക്ക് എടുത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ചവിട്ടാണ്ടിരിക്കില്ല. അങ്ങനെ ഓടിക്കേണ്ട വണ്ടിയാണ്, അല്ലാണ്ട് ഇത് പതൊക്കെ ഓടിച്ചു പോകേണ്ട വണ്ടിയല്ലല്ലോ. നമ്മുടെ കയ്യില് കംഫർട്ട് ആയിട്ട് നിൽക്കുക, എത്ര സ്പീഡ് കയറിയാലും വണ്ടി കൺട്രോൾ. നമ്മളൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്നുകൂടി പുഷ് ഇതുണ്ട് നമുക്ക്. അങ്ങനത്തെ ഒരു വണ്ടിയും അങ്ങനെയാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും അങ്ങനെ ചെറുതായിട്ട് ഓടിച്ചു പോവില്ലല്ലോ ഒരിക്കലും. അതായത് അനീത്യയില് നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മളൊന്ന് കാല് കൊടുക്കും, ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്പീഡ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ആക്കലുണ്ട്. അതൊക്കെ നല്ല രസമാണ് ഓടിക്കാൻ. അതുകൊണ്ട് തന്നെ എത്ര ലോങ് പോയാലും നമുക്ക് മടുക്കൂല. പിന്നെ പോലെ അങ്ങനെയൊന്നും വരൂല. ഇപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരും ചെയ്യും. അല്ലെങ്കിൽ ചില വണ്ടികൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഗിയർ ഡൗൺ ചെയ്ത് പിന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് ആയാലും കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കിനായിട്ട് കുറച്ചും കൂടി നല്ല മാനുവല്. ഇതിന്റെ ഓട്ടോമാറ്റിക് വരുന്നത് ടോർക്ക് കൺവെർട്ടർ ആണ് വരണത്, ഓട്ടോമാറ്റിക് വരുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ GT പോകുമ്പോ DSG വരണത്. പിന്നെ ഒന്നും കൂടിയും ഇതാണ് കുഴപ്പമില്ല. രണ്ടും എഞ്ചിനും കാര്യങ്ങളും സെയിം തന്നെയാണ്. മറ്റേ GT പോകുമ്പോ 1.5 വരുന്നു, അത് DSG ആണ് വരണത്. അതിൽ മാനുവലും വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് അത്ര റയറാണ് വരണത്, കിട്ടണത്. പക്ഷെ അതും അടിപൊളിയാണ്. അത് ഓടിച്ചിട്ടുണ്ട്. അത് രക്ഷയില്ല. അത് മാനുവൽ ഓടിക്കാൻ വേറെ ലെവലാണ്. മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും. ചിലവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവലില്, അതായത് ഒന്ന് ഡൗൺ ഒക്കെ ചെയ്ത് എന്നിട്ട് അങ്ങനെ ചവിട്ടി അങ്ങനെ പോണ ആൾക്കാരുണ്ട്. മറ്റേതും പൊട്ടാന്നല്ല. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ആൾക്കാരുടെ അനുസരിച്ചിരിക്കും. ഇപ്പൊ മറ്റേത് ഓട്ടോമാറ്റിക് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് അതിൽ മാനുവൽ ഷിഫ്റ്റ് ചെയ്തിട്ട് പെഡൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഓടിക്കാം. പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണല്ലോ. ഇത് ഇങ്ങനെ ഇത് ഗിയർ ബോക്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. എന്തുകൊണ്ടും വണ്ടി പെർഫെക്റ്റ് ആണ്. നമുക്ക് നമ്മുടെ യൂസിനായാലും ഫാമിലി യൂസിനായാലും വണ്ടി പെർഫെക്റ്റ് ആണ്, കംഫർട്ട് ആണ്. ബ്ലോക്കിലും അങ്ങനെ പോകുമ്പോ എങ്ങനെയുണ്ട്? ബ്ലോക്കില് നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും അങ്ങനെ വലിയ ബ്ലോക്ക് കിട്ടിയിട്ടില്ല. ചാലക്കുടി ഭാഗം പോകുമ്പോഴാണ് നമുക്ക് കിട്ടിയില്ല. എന്നാലും വലിയ ബ്ലോക്ക് കിട്ടിയിട്ടില്ല നമുക്ക്. ഒന്നാമത്തെ തന്നെ നമ്മൾ കുഴികൾ ചാടുമ്പോഴായാലും വലിയ ഒലച്ചല് വരില്ല വണ്ടിക്ക്, അങ്ങനെ കുഴപ്പമില്ല.
പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പൊ വണ്ടി ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ നാളാവണല്ലോ വരാൻ കുറച്ചും കൂടി സമയം കിടക്കുന്നു. പിന്നെ വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. വാറന്റിയും കാര്യങ്ങളും ഉണ്ട്. ഒരു 4 കൊല്ലത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കണ്ണുകൂട്ടി എങ്ങനെയാണ് ഓടിക്കാം, ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ എടുത്തുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്നിട്ടാന്ന് പറയാൻ പറ്റും? അതായത് ഈ സംഭവമാണ് എനിക്ക്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവില്ല ഈ വണ്ടിയുടെ ലുക്കില് ആരായാലും ഒന്ന് നോക്കും. അതായത് നമ്മളിപ്പോ എവിടെയെങ്കിലും കൊണ്ടിട്ടാ തന്നെ ആൾക്കാർ ഒന്ന് നോക്കും. ബ്ലാക്ക് ആണ്, പിന്നെ കാലിബേഴ്സ് ഒക്കെ റെഡ് അടിച്ചു. ഒന്നാമത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ കാലിബേഴ്സ് റെഡ് കൊടുത്താണ്. ഒന്നാമത്തെ ബ്ലാക്ക് അലോയ് വരണേ, അതിന്റെ ഒപ്പം റെഡും കൂടി കൊടുത്തപ്പോ ഒന്ന് എക്സ്ട്രാ ലുക്ക് വരും. പിന്നെ ബാഡ്ജുകൾ റെഡിക്ക് ആക്കിയപ്പോ തന്നെ വണ്ടി ഒന്ന് എക്സ്ട്രാ ലുക്കായി. എല്ലാവരും പോകുമ്പോ എല്ലാവരും ഒന്ന് നോട്ടീസ് ചെയ്യും. അങ്ങനെ ഒരു മൂഡ് എവിടെ ഇട്ടാലും നമ്മളിപ്പോ പെട്ടെന്ന് നോക്കും. അങ്ങനെ ഒരു ലുക്ക് വൈസ് നോ കോംപ്രമൈസ്. ഞാൻ പറഞ്ഞ പോലെ ഒരു XUV മോഡലില് സ്പോർട്ടി പക്കയാണ് വണ്ടി. അതിപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ ലുക്കിൽ തന്നെയാണ്. പിന്നെ വണ്ടിയുടെ സ്പീഡ് ആയാലും ഇനീഷ്യൽ ആ റേസ് സ്പീഡ് പക്കയാണ്. 1 ലിറ്ററിൽ ഇത്ര കൊടുക്കണ്ടല്ലോ, വണ്ടി പക്കയാണ്. പിന്നെ ഇന്റീരിയർ നമുക്ക് എടുത്തു പറയാം, ഇന്റീരിയറും പക്കയാണ്. നമ്മൾ ബ്ലാക്കില് വരുമ്പോ തന്നെ ഒരു ബ്ലാക്ക്. പിന്നെ ചെറിയൊരു റെഡ് ആംബിയൻ ലൈറ്റ് വരുമ്പോ തന്നെ അത് ഫുൾ ടൈം ഓൺ ആണ്, സെറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ സാധനം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇപ്പൊ കുറെ ചില ആൾക്കാർ എടുത്തിട്ട് അഡീഷണൽ വേറെ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇന്റീരിയർ ഒക്കെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് വോക്സ്വാഗൻ തന്നെ ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ഔട്ട് തരാണ്. നൈസാണ് ഇതിന്റെ വൈറ്റ് ആണെങ്കിലും നൈസാണ് കാണാൻ. ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടും ഇതൊക്കെ ഗ്രില്ലൊക്കെ ഡിക്രോം ചെയ്ത് അടിപൊളിയായിട്ടാണ് വന്നതാണ്. അതൊക്കെ ബ്ലാക്ക് ഒന്നും കൂടി അടിപൊളിയാണ്. കാരണം ഫുള്ള് ബ്ലാക്ക് ആയി, ഫുൾ ബ്ലാക്ക്. ഞാൻ പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇതില് എനിക്കിത് എന്നോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ എല്ലാം സെറ്റാണ്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് വണ്ടിക്ക്. ഡാഷ് ക്യാം എന്റെ അറിവില് വെക്കുന്ന കുറച്ചും ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും എല്ലാവരും ഡാഷ് ക്യാം വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇങ്ങോട്ട് കയറി വന്നടിച്ചാലും ഒക്കെ യൂസ്ഫുൾ ആവും. അപ്പൊ അടുത്തൊരു ഇതില് ഡാഷ് ക്യാം വെക്കുന്നത് കുറച്ചൊരു ബെറ്റർ ആയിരിക്കും ഇതില്. അങ്ങനെ പിന്നെ അതുപോലെ റിവേഴ്സ് ഇടുമ്പോ അതിന്റെ അതൊക്കെ എങ്ങനെയുണ്ട്? ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാരിറ്റിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിവേഴ്സ് ക്യാം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ വേറെ മോഡൽസിന് നമുക്ക് ക്യാം ഫുള്ള് വരുന്നുണ്ട്. അത് അഡീഷണൽ 360 വെക്കണം അല്ല, ചില ഇതിന് വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് അഡീഷണൽ വന്നിക്കുന്നതാണ്. അത് ഇത്ര എമൗണ്ട് കൊടുത്തിട്ടാണ് അവര് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇത് അതിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ വണ്ടി അറിയാലോ, അതിനും ചിലവ് വേറെ 10-12 എന്നിട്ട് വേണം ഫ്രണ്ട് സെൻസർ വെക്കാനായിട്ട്. ഇപ്പൊ ഇതിപ്പോ നമുക്ക് ബാക്ക് റിവേഴ്സ് എന്ന് പറയുമ്പോ നമുക്ക് ഇതിനെ മറ്റേ 360 ആ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതില്ലാത്തത് ഒരു പോരായ്മയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ സ്വിഫ്റ്റ് ഓടിച്ചപ്പോ നമുക്ക് ബാക്ക് ക്യാം ഒന്നുമില്ല. അതിന്റെ വന്നപ്പോ നമുക്ക് നമ്മളായാലും ആ ക്യാം നോക്കാറില്ല. അങ്ങനെ നമ്മള് മിറേഴ്സ് തന്നെ നോക്കിയിട്ട് തന്നെ ഓടിക്കാറ്. അതുകൊണ്ട് അത് വലിയതായിട്ട് തോന്നുന്നു. നമ്മള് പിന്നെ അധികം ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. നമ്മൾക്ക് അറിയാം. പിന്നെ നമ്മുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈസും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കുഴപ്പമില്ല. നമുക്കറിയാലോ എങ്ങനെ ആംഗിളും കാര്യങ്ങളും. എന്നാലും വലുപ്പത്തിലായാലും നമുക്കിപ്പോ സൈസിലായാലും ഓവർ സൈസ് അല്ലല്ലോ, കയ്യിൽ കൊണ്ടുനടക്കാൻ നല്ല അടിപൊളിയാണ് വണ്ടി. പിന്നെ SUV ആയതുകൊണ്ട് നല്ല രസത്തിൽ ഓടിക്കുകയും ചെയ്യാം. അപ്പോ നമ്മളിപ്പോ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പൊ ഇന്റീരിയർ ഇപ്പോ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണിക്കാറുള്ളത്. അപ്പോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരണത്. ഫുള്ള് അതായത് പാനലും നമ്മുടെ ഡാഷ്ബോർഡിന്റെ അടുത്ത പാനൽസും അതാണെങ്കിലും അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കാം. ഇന്റീരിയർ ഫുള്ള് റൂഫ് വേണ്ട, നമ്മൾ ഫുള്ള് ബ്ലാക്ക് ഔട്ടാണ്. പില്ലറും പില്ലറും ഒക്കെ ഫുള്ള് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് വന്നേക്കണതൊക്കെ. അപ്പൊ ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, അടിപൊളിയാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു സ്പോർട്ടി ഒരു ഫീലാണ് നമുക്ക് കിട്ടണത്. കാരണം ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരണത് അങ്ങനത്തെ ഒരു സംഭവം. അതൊക്കെയാണ് അതിന്റെ ഉള്ളിലത്തെ എന്താ പറയാ ഇന്റീരിയർ വരണത്. വേറൊന്നും പറയാമെന്നല്ല. പിന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ഓൾറെഡി കുറെ ആൾക്കാര് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നിനക്ക് എന്തെങ്കിലും ഇതിലിപ്പോ നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇന്റീരിയറിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും? ഇന്റീരിയറിൽ നമുക്ക് ഈ റെഡ് ലൈറ്റ് വരുന്നത്, നമുക്ക് ആംബിയൻ ലൈറ്റ് നമുക്ക് നല്ല രസത്തിൽ റെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ സ്റ്റിയറിംഗ് ആയാലും നമുക്ക് പക്ക ലുക്കാണ് വണ്ടിയുടെ. ഇപ്പൊ സ്റ്റിയറിംഗ് ആയാലും എടുത്ത് നമ്മൾ ഫോട്ടോസ് എടുത്താൽ തന്നെ നല്ലൊരു പക്ക ലുക്ക് കിട്ടും വണ്ടിക്ക്. അപ്പോ ജസ്റ്റ് ഞാൻ മറ്റേ റിവേഴ്സ് ഒന്ന് ഇടാം. അപ്പൊ അതിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന്
കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ക്ലാരിറ്റിയാണ് വരണത്. ഇതിപ്പോ നമ്മുടെ ടൈഗുണും വെർച്ചസിനും ഒക്കെ സെയിം തന്നെയാണ് വരണത്. ചില ആൾക്കാര് ഇത് മാറ്റിയിട്ട് ചില ആൾക്കാര് 360 അല്ലെങ്കിൽ വെക്കുന്നവരുണ്ട്. കുറച്ചും ക്ലാരിറ്റി അവർക്ക് കുറച്ചും കൂടി വേണം എന്നുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ നമുക്കിത് ഓക്കെയാണ്, നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇത് ഓക്കെയാണ്. ചിലവര് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി ഒന്ന് കാണിച്ചു കൊടുത്താൽ റിവേഴ്സിന്റെ ഇതാണ് നമ്മുടെ റിവേഴ്സിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയൊക്കെയാണ് ക്ലാരിറ്റി ഉള്ളൂ. ഇത് ചിലവരാണ്, ഞാൻ കുറെ പേരൊന്നും കണ്ടിട്ടൊന്നുമില്ല, ചില ആൾക്കാർ മാത്രമാണ് ഇത് മാറ്റി 360 വെക്കണത്, അല്ലെങ്കിൽ വേറെ ഒരു അഡീഷണൽ ഇത് വെക്കണത്. നമുക്ക് എനിക്കിപ്പോ ഞാനൊക്കെയാണെന്നെങ്കിൽ ഇതൊക്കെ ഓക്കെ, ഇത് മതി, ആവശ്യമുള്ളൂ. കാരണം ബാക്കി ആംഗിളും കാര്യങ്ങളും നമുക്ക് അറിയാം. നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വേണ്ടേ. അപ്പോ അങ്ങനെയാണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് പോയിട്ട് ഒന്ന് സംസാരിക്കാൻ വിളിച്ചു. അത്ര വലിയ ദൂരല്ല, ജസ്റ്റ് കുറച്ചൊന്ന് ഒന്ന് നമുക്ക് ഓടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാലോ. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള വണ്ടി ഓടിച്ചിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? അതായത് വണ്ടിയെ ഓടിച്ചിട്ട് എന്തെങ്കിലും ഇപ്പൊ ഇനി ഒരാൾ നിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു ടൈഗൺ എടുക്കാം അല്ലെങ്കിൽ വോക്സ് വാഗൺ സെലക്ട് ചെയ്യാം എന്ന് നോക്കുമ്പോ ആ ഒരാളോട് നിനക്ക് എന്താ പറയാനുള്ളത്? അവരോട് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. കാരണം വണ്ടി നമുക്ക് അത്ര കംഫർട്ട് ഫീൽ തന്നുണ്ട്. നമ്മളിപ്പോ ആൾക്കാർ ചോദിക്കുമ്പോഴേലും നമുക്ക് അങ്ങനെ ഇതിന്റെ കോംപ്രമൈസിങ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, ഒക്കെ പക്കയാണ്. ഫീച്ചേഴ്സ് ഞാൻ പറയും, ഫീച്ചേഴ്സ് കുറവാണ്, പക്ഷെ വണ്ടി അതിനുള്ള കംഫർട്ട് തരുന്നുണ്ട്. ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും നമുക്കൊരു ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കംഫർട്ട് ഉണ്ട്. നമുക്ക് കംഫർട്ട് ആണ്. ഫീച്ചേഴ്സ് കൂടിയാലും നമുക്ക് ആ കംഫർട്ട് ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സെൽറ്റോസ് ആയാലും നമുക്ക് ഈ റേറ്റിന് നല്ല ഫീച്ചേഴ്സ് തരുന്നുണ്ട്. വേറെ വണ്ടിയിലേക്ക് പോവാം. ഡ്രൈവും അല്ലെങ്കിൽ വോക്സ് വാഗന്റെ ഒരു പവറും ബ്രാൻഡ് വാല്യൂ നമുക്ക് ഉണ്ട്. വോക്സ് വാഗൻ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും. അപ്പൊ അവർക്ക് അറിയാം, വോക്സ് വാഗൻ വണ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായാലും അറിയാം വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് അവർക്ക് നല്ല പോലെ മനസ്സിലാവും. അതെ, നമ്മളിപ്പോ ടൊയോട്ടയുടെ ആയാലും മാരുതി സുസുക്കിനെ മാറ്റിയിട്ട് ടൊയോട്ടനെ വെച്ചാലും ബ്രാൻഡ് വാല്യൂ ടൊയോട്ടയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ വോക്സ് വാഗന് അതിന്റേതായ ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഈ എഡിഷന് സൺറൂഫ് വരുന്നില്ല. സ്പോർട്ടി മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സൺറൂഫിന്റെ ആവശ്യമില്ല. നമുക്ക് ശരിക്കും നമുക്ക് ഇതിന് സൺറൂഫിന്റെ ആവശ്യമില്ല. കൂടുതൽ ഫാമിലീസ് അങ്ങനത്തെ പിള്ളേർ അവർക്കൊക്കെയാണ് കുറച്ചുകൂടി ഇത് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയും ഇതൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് വണ്ടിയിൽ കുറച്ച് ഡമ്മി പീസുകൾ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ആയാലും നമുക്ക് രണ്ട് സൈഡിലും ഓരോ പീസ് വെച്ച് ഡമ്മി പീസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഡമ്മി പീസുകൾ ഉണ്ട് കുറച്ച് ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഇവിടെ സൺറൂഫിന്റെ സ്വിച്ചുകൾക്ക് പകരം നമുക്ക് ഡമ്മി പീസുകളാണ് ഇവിടെ. അല്ല, നിനക്കത് സൺറൂഫ് വേണമായിരുന്നു എന്ന് നിനക്ക് തോന്നിയില്ല എപ്പോഴെങ്കിലും? നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കിപ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ സൺറൂഫ് ഒരു ഫണ്ടിന് വേണ്ടിട്ട് ഇടയ്ക്ക് തുറക്കാന്നല്ലാണ്ട് നമുക്ക് സൺറൂഫിന്റെ അത്യാവശ്യമൊന്നുമില്ല. കൂടുതൽ ഫാമിലീസും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് അവർക്ക് ഒരു രസത്തിന് വേണ്ടിട്ട് മാത്രമാണ് നമ്മള് കൊടുക്കണേ. അത് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മള് സ്വാഭാവികമായിട്ട് ജർമ്മൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വരും. ഇപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് വന്നിട്ട് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ വൈപ്പർ ഒക്കെ പറയുമ്പോ ഭയങ്കര വരും. പിന്നെ അത് മാത്രല്ല ഇതിന്റെ റിവേഴ്സ് ആണെങ്കിലും ആൾക്കാർക്ക് തപ്പല് വരും, മറ്റേതിനൊക്കെ നോബ് പുഷപ്പ് ചെയ്തിട്ടാണ് കൊടുക്കണേ. നമുക്ക് ഇത് ജസ്റ്റ് പ്രസ് ഡൗൺ ലെഫ്റ്റിലേക്കാണ് നമുക്ക് ഇത് യൂസ് ചെയ്യണ ഒരു ആൾക്കാർക്ക് എപ്പോഴും ഒരു തപ്പല് വരും. പിന്നെ വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങും. പിന്നെ ഇൻഡിക്കേറ്ററും വൈപ്പേഴ്സ് ആണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാളെ. അത് പിന്നെ നമ്മള് ആദ്യം ഒരു തപ്പൽ ഇങ്ങനെ വരും, മറ്റേത് ഓടിച്ച് പെട്ടെന്ന് നമുക്ക് വരുമ്പോ ഒരു ഇതുണ്ടാവല്ലോ. പിന്നെ നമ്മൾ ഹോൺ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഹോൺ മാറ്റി സ്റ്റോക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ എല്ലാരും വെക്കണം. ഒന്നാമത്തെ ഒരു XUV മോഡൽ ആകുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടണം. ഹോണിലായാലും നമുക്കൊരു സൗണ്ട് വേണം. ഇതിന്റെ സ്റ്റോക്ക് വരുന്ന ഹോൺ ഞാൻ കേട്ടിട്ടുണ്ട്, അത് അത്ര വലിയ സുഖമില്ല. അത് നമ്മൾ ഇത്ര വലിയ വണ്ടിക്ക് ഒരു മിനി XUV പോലത്തെ ഒരു വണ്ടിക്ക് നമ്മൾ അത് കൊടുക്കുമ്പോൾ ഒരു രസമില്ല. കാരണം എല്ലാവരും മറ്റേ ഈ ഒരു ഹോൺ തന്നെ എല്ലാരും എടുക്കാറുള്ളത്. എല്ലാരും മാറ്റാറുണ്ട്. ഒരു കസ്റ്റമേഴ്സ് ഒക്കെ കമ്പനി ചെയ്തിരുന്നത് നല്ല ഹോണാണ്. ഇതിനെ ഒരു എന്താ പറയാ ഇതായിട്ടുള്ള ഫീല് കിട്ടുന്നു.
കാരണം ഈ ഹോൺ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഹോണാണല്ലോ. വോക്സ് വാഗന്റെ ഒരു മെയിൻ സാധനമാണ് ഈ ഹോൺ. ഈ പോളോയിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും എല്ലാവരും വെക്കണ ഹോണാണ്. സെയിൽസിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ചേട്ടൻ തന്നെ വെർച്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആളുടെ വണ്ടിയിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു. ശരി, എല്ലാ അത് ഈ ഹോൺ എന്തായാലും മാൻഡേറ്ററി ആണ്, എല്ലാവരും മാറ്റാറുണ്ട്. കാരണം മറ്റേ ഹോൺ ആർക്കും അത്ര എന്താ ഒരു ബ്രാൻഡിന്റെ മെയിൻ ഹോണാണത്. കാരണം ഈ ഹോൺ തന്നെ പല ആൾക്കാരും വേറെ ബ്രാൻഡിനെ എടുത്തു വെക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. കാരണം അത്രയും ഒരു ഫാൻ ബേസ് ഉള്ള ഒരു ഹോൺ തന്നെ പറയാം. പിന്നെ കൂളിംഗ് ആയാലും പെട്ടെന്ന് കൂളാവും, അതിനൊന്നും പ്രശ്നമില്ലല്ലോ. ഇത്ര ഇന്റീരിയർ ഇത്ര ബ്ലാക്ക് ഔട്ട് ആയാലും ഹീറ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് കൂളാവും. ഇതുണ്ട് എസിക്കായാലും കുഴപ്പമൊന്നുമില്ല. ടിൻഡടിക്കാൻ എന്തെങ്കിലും പ്ലാൻ? ടിൻഡടിക്കാൻ നമ്മള് ഫിലിമുകള് നമ്മൾ നോക്കിണ്ടായി. പിന്നെ ഇതിലല്ലെങ്കിൽ ഒരു ചെറിയൊരു ടിൻഡ് ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ പിന്നീട് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അത്. അപ്പൊ എന്തായാലും നിന്റെ അടുത്ത് ഇനി ഒരാൾ വന്ന് വോക്സ് വാഗൺ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ വോക്സ് വാഗൺ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും ആളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് നമുക്കറിയാലോ വോക്സ് വാഗൺ ഇപ്പൊ വണ്ടികള് ലിമിറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഗോൾഫ് തന്നെ അറിയാലോ, ഒരു 150 കഴിഞ്ഞു. ആയതുകൊണ്ട് ആരെങ്കിലും നോക്കി അതിപ്പോ പണ്ടത്തെ പോളോ ആയാലും നമുക്കിപ്പോ വോക്സ് വാഗന്റെ എംബ്ലം അത് വോക്സ് വാഗന്റെ പോളോ എന്ന് പറയുമ്പോ എല്ലാവരെയും കണ്ടുപോകുന്നത് റെഡിലേക്ക്. റെഡ് ഇപ്പൊ പോയാൽ പോലും ലാസ്റ്റ് ഇറങ്ങിയ വരെ റെഡിന് വരെ പെട്ടെന്ന് നമ്മൾ കണ്ടു നോക്കി പോകും. അതാണ് വോക്സ് വാഗന്റെ ഇത്. എന്തുകൊണ്ടും പക്കയാണ്, എത്ര ഓടിച്ചാലും. പിന്നെ ഇപ്പൊ ഇതിന് എന്തൊക്കെ ചെയ്ത കൂട്ടിയാണെങ്കിലും അതിന്റെ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ കിട്ടും ചെയ്യും. അങ്ങനെ ഉള്ള വണ്ടിയാണ്. വണ്ടി ഓൾറെഡി നല്ല പവറും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോ വേറെ എന്ത് പവറും കാര്യങ്ങളും അല്ലെങ്കിൽ ട്യൂണിങ് എന്ത് ചെയ്താലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്ത് കിട്ടുന്ന ഒരു എഞ്ചിനും കൂടിയാണ് ഇത്. ഓൾറെഡി ജർമ്മൻ ആണ്, പിന്നെ വോക്സ് വാഗൺ ആണ്. അതിന്റേതായിട്ടുള്ള കുറെ പവറും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിയുടെ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ലോങ് ആണ് വീഡിയോ കേട്ടോ. കുറെ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ് ഇത്ര ലോങ് ആക്കിയത്, ലെങ്തി ആക്കിയത്. പിന്നെ നമ്മൾ ഇതിലൊരു ഡ്രൈവ് പോയി ഇപ്പൊ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ചോദിക്കാൻ വിട്ടുപോണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ സ്റ്റീരിയോ വരെ പാട്ടിന്റെ സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട് നിനക്ക്? പാട്ട് സൗണ്ട് ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആണ്, നല്ല ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വോക്സ് വാഗന്റെ ഇൻബിൽഡ് സാധനം തന്നെയാണ്. നിനക്ക് ഒരു അഡീഷണൽ വേറെ കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, എന്താ വണ്ടിയിലുള്ളത് തന്നെയാണോ നമ്മൾ എക്സ്ട്രാ വെച്ചാണോ? വോക്സ് വാഗൻ സ്റ്റോക്ക് വരുന്ന സാധനമാണ് നമുക്ക്. ശരിയാണ്. ഇതിലിപ്പോ ഞാൻ അഡീഷണൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ക്വാളിറ്റി കേട്ടുമല്ലോ. നമ്മളിപ്പോ പറഞ്ഞ വഴിക്ക് നല്ല അടിപൊളിയാണ്. വേറെ പതറിച്ചും കാര്യങ്ങളൊന്നും ഇല്ല, പക്ക കാര്യങ്ങളാണല്ലോ. അപ്പൊ അഡീഷണൽ ആവശ്യം നമുക്ക് ആവശ്യമില്ല. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് നമുക്ക് വേറെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണ്ട. വണ്ടി ഇൻബിൽറ്റ് സ്റ്റോക്കിൽ തന്നെ എല്ലാം വരില്ല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സിനെ അപേക്ഷിച്ച് ഉള്ള ഫീച്ചേഴ്സ് എല്ലാം പക്ക ക്വാളിറ്റിയാണ്. പക്ക ക്വാളിറ്റി. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും കാര്യമില്ല. കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളതെല്ലാം യൂസ് ചെയ്യണമെന്നില്ല. ഇതിപ്പോ നമ്മൾ ഇതിലുള്ളതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഇതിപ്പോ തന്നെ നമുക്കിപ്പോ നമ്മളിപ്പോ വീട്ടിൽ വല്ലവർക്ക് ഓടിക്കണേ തന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം ഇതിലുള്ള നമുക്ക് പക്ക കണ്ടുപിടിക്കാവുന്ന മാത്രമേ സിമ്പിൾ ഈസിയാണ്. നമുക്കിപ്പോ പറഞ്ഞ പോലെ സൽട്ടോസും ഹോണ്ടക്കാരൊക്കെ സിറ്റിക്കൊക്കെ കൊടുക്കുന്ന ഭയങ്കര ഫീച്ചേഴ്സാണ്. പക്ഷെ നമുക്ക് അതൊന്നും യൂസ് ചെയ്യാനുള്ള ഇത് വരുന്നില്ല, ഓപ്ഷൻസ് വരുന്നില്ല. ഫീച്ചർ നമ്മളിപ്പോ ഇത്രയും ഫീച്ചർ ഉണ്ടായിട്ടെല്ലാം നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. രണ്ടൊക്കെ നമുക്ക് ആവശ്യം ചെയ്യുള്ളൂ. ഉള്ളത് നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും എങ്ങനെ പറയാനുണ്ടാവും. ഇതൊക്കെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ ഹാപ്പിയാണ്. ഈ വീഡിയോ ഇത്ര ലോങ് ആയത് നമ്മൾ അത്ര ഹാപ്പിയാണ്. കംപ്ലീറ്റ് ആണ് ഈ വണ്ടിയിൽ നമ്മള്. അപ്പോ ഇതൊക്കെയാണ് സംഭവം. അപ്പോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ. കാരണം അത്ര കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ ലെങ്ത് ആയി പോയത്. അപ്പോ മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വണ്ടിയുടെ A to Z കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ ഒരു കൊല്ലം ആവണല്ലോ, നവംബറേക്ക് ഒരു കൊല്ലം ആവണല്ലോ. എന്നാലും അത്രയും നാളത്തെ അവന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുൾ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ ടൈഗൺ GT ലൈൻ 1 ലിറ്റർ മാനുവലിന്റെ ഒരു യൂസർ റിവ്യൂ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല കാറുകളായിട്ട് നമ്മൾ വരുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.